കുറച്ച് മനസ്സമാധാനം കിട്ടാൻ നമുക്ക് ആകെയുള്ളത് യൂട്യൂബൊക്കെ അല്ലേ. എന്തെങ്കിലും ഇൻ്റർവ്യൂസൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ ടി വിയിലൊക്കെ ഓണത്തിന് ക്രിസ്മസിനൊക്കെ വരാറുണ്ടല്ലോ നൈസ് ക്ലാസ് ഇൻ്റർവ്യൂസ്. ഇപ്പോഴും ചില യൂട്യൂബ് ചാനലൊക്കെ വരാറുണ്ട്. ഇടയ്ക്ക് ശ്രീനാഥ് ബാസിയും മറ്റേ ചേച്ചിയായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഇഷ്യൂ നടന്ന സമയത്ത് ഞാൻ ഈ ഇൻ്റർവ്യൂവേഴ്സ് ചോദിക്കണ കുണച്ച ചോദ്യങ്ങളെ പറ്റിയിട്ടൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ പറ്റി പറഞ്ഞില്ലല്ലോ. നമ്മളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇൻസ്പയർ ചെയ്യിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയാവുന്ന ഒരാളുടെ ഇൻ്റർവ്യൂ ആയിരിക്കില്ലേ അതൊക്കെ. എടാ ഇപ്പം ഇത് ആരുടെയൊക്കെ ഇൻ്റർവ്യൂ ചാനലിലൊക്കെ കിടക്കണേ. ഞാൻ കുറേ കണ്ടു, ഞാൻ കുറേ ഇരുന്ന് നോക്കി. പോക്സോ കേസിൽ അകത്ത് പോയിട്ട് പുറത്തു വന്ന പുള്ളിക്കാരനെയൊക്കെ കിടില ഇൻ്റർവ്യൂ വിത്ത് ബീജിയമൊക്കെ. ഡ്രഗ്സ്, മോഷണം, പെണ്ണ് കേസിനൊക്കെ പോയിട്ട് വന്നൊരു ചേട്ടൻ്റെ ഇൻ്റർവ്യൂ. കുറേ നാൾ ഗേ ആണെന്ന് പറയുന്ന നടന്നിട്ട് ഇപ്പോൾ ചുരിദാറൊക്കെ ഇട്ട് ചേച്ചിയാണെന്ന് പറഞ്ഞ് നടക്കുന്നൊരു ചേട്ടൻ. ആ ചേട്ടൻ്റെ ആ ചേച്ചിയുടെ അതെന്തൊരു അതിൻ്റെ ഇൻ്റർവ്യൂ. സ്കൂളിൽ പോകണേ പഠിക്കണേന്ന് ഒരു വിഷയമുള്ള കാര്യമല്ല. ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുക, ഹാപ്പിയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നൊരു ലവ്ലി കപ്പിൾസിൻ്റെ ഇൻ്റർവ്യൂ. ഏതെങ്കിലും സിനിമ ഇറങ്ങുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ സിനിമയുടെ റിവ്യൂ എടുക്കാൻ വന്ന് നിൽക്കുമ്പോൾ അതിനെക്കാട്ടി മുഞ്ചി റിവ്യൂ പറയാനായിട്ട് കോമാളിത്തരങ്ങൾ കാണിച്ച് നടക്കണ കുറച്ച് ചേട്ടന്മാർ, അവരുടെ ഇൻ്റർവ്യൂ. സ്കൂളിലെ കോളേജിലെ യൂത്ത് ഹോസ്റ്റലിന് കുഞ്ഞു പിള്ളേർ എവിടെയെങ്കിലും ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അച്ഛനെ, കൊച്ചച്ഛനെ, അയലത്തെ ചേച്ചിയൊക്കെ കളിച്ചിരുത്തി ഇൻ്റർവ്യൂ. മറ്റുമായി എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് തോന്നണത് ഇപ്പോൾ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ നിങ്ങളും ഇത് പടച്ചു വെച്ചേക്കണില്ലേ. ഞാനും ഒഴികെ ബാക്കി എല്ലാവരുടെയും ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞ് ഇനി നമ്മളേ ഉള്ളൂ ബാക്കി. വരും, ഉടനെ അതും വരും. എനിക്കറിഞ്ഞൂടാ, ഒന്നും പറയാനില്ല. ഞാൻ പോണ്.